നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സസന്തോഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനൽ ടാരോട്ട് ലവ് എനർജീസിന്റെ ഇൻസ്റ്റഗ്രാമിലേക്കും വാട്സപ്പ് ചാനലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാതെ മടിച്ചു നിൽക്കുന്നത്? ഇതിന്റെ പിന്നിലെ ശക്തമായ കാരണം ഈ വായനയിലുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ കൃത്യമായ നിലപാടെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയോ കൃത്യമായ ഒരു വിശദീകരണം ഈ വ്യക്തിയിൽ നിന്നും കിട്ടാത്ത അവസ്ഥയോ ആയിരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരുന്ന് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമ്മൾ കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി അവസാനം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നു. വലിയൊരു സന്തോഷത്തിൻ്റെ പുറകിൽ ചെറിയൊരു സങ്കടം, അങ്ങനെയാണ് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് നമുക്കിവിടെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായ നിലപാടോടുകൂടിയും കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയും തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ തീർത്തും അവിചാരിതമായി പല സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെയും. ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം നിശബ്ദമായി ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. നിശബ്ദമായി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് നേരെ നിശബ്ദത പാലിച്ചുകൊണ്ട് നിൽക്കുന്നു. നിശബ്ദത പാലിക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലും നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തമമായ മറുപടി നൽകാനോ ഒന്നിനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ പോലും എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് സാവകാശം വേണം, അല്ലെങ്കിൽ എന്നോടൊന്നും ഇപ്പോൾ സംസാരിക്കരുത്, എനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം നിങ്ങളുടെ മറുപടി. ഇനി അതല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സാഹചര്യവും ആയിരിക്കാം. നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലോ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒളിച്ചോടി മറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുവോ അത്രയും ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. അതുതന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതൊക്കെ തീർത്തും നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട്, വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് വിഷമവും വരുന്നുണ്ട്. ഇത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ നിശബ്ദത മൂലം ഉണ്ടാകുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും വരുന്ന ബുദ്ധിമുട്ടുകൾ. നിങ്ങളുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോടോ നിങ്ങൾക്കൊരു തീരുമാനം പറയാൻ സാധിക്കുന്നില്ല. മറ്റു പലവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ നടുങ്ങിപ്പോകുന്നു. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് അച്ഛൻ്റെ സാന്നിധ്യം വളരെയധികം നെഗറ്റീവായിട്ട് കാണപ്പെടുന്നു. അച്ഛൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ നിൽക്കുന്നത് അച്ഛൻ്റെ ഒരു ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെയോ ഈ വ്യക്തിയുടെയോ ആയിരിക്കാം. നിങ്ങളുടേത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടേത് ആകാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മതിരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും സാധിക്കുന്നില്ല. അത്തരം ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചില വേണ്ടപ്പെട്ട വ്യക്തികൾ പറയുന്നത് കേൾക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്നാൽ നിങ്ങളെ ഉപേക്ഷിക്കാനും ഈ വ്യക്തി തയ്യാറല്ല. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. എന്നെ എല്ലാവരും ഒന്ന് വെറുതെ വിടൂ, ഞാനൊന്ന് സ്വസ്ഥമായി ഇരുന്നോട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് മടിച്ചു നിൽക്കുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. കാരണം ഒരു വ്യക്തിയെ മുഷിപ്പിക്കുന്നതിനും കാത്തിരിപ്പിക്കുന്നതിനും ഒരു പരിധിയുണ്ട്, അല്ലേ? ആ ഒരു പരിധി എപ്പോഴേ മറികടന്നു കഴിഞ്ഞു നിങ്ങൾ. ക്ഷമയുടെ നെല്ലിപ്പലക വരെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു.
എന്നിട്ട് പോലും നിങ്ങൾ സസന്തോഷം വിശ്വാസത്തോടുകൂടിയും പ്രതീക്ഷയോടു കൂടിയും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഓർത്തുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജം, അത് മാത്രമല്ല കുറച്ച് പഴയ ഊർജവും കാണിക്കുന്നുണ്ട്. പഴയ ഊർജം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത് വിശ്വാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ സമൂഹപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതോ ആയിരിക്കാം. എന്തൊക്കെയോ ആചാരപ്രകാരമുള്ള വ്യത്യാസങ്ങൾ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിതാവിൽ നിന്നും വളരെയധികം ഒരു തരത്തിലും സപ്പോർട്ടില്ലാത്ത ഒരു സാഹചര്യവും നമുക്ക് ഇന്നത്തെ വായനയിൽ അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തീർത്തും ഈ വ്യക്തിയെ അവശനാക്കുന്നു. മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജവും ഉത്സാഹവും നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും ഈ തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ഈ വ്യക്തിക്ക് സന്തോഷം ലഭിക്കില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. ഇവിടെ തീർത്തും മറ്റു വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലേക്ക് ഈ വ്യക്തിയെ വഴുതി വീഴ്ത്താൻ മറ്റു പലവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകാതെ ഈ വ്യക്തി ഇപ്പോൾ അവരോട് പറയുന്നത്, എനിക്കിപ്പോൾ ഒരു തരത്തിലുമുള്ള ബന്ധവും വേണ്ട, ഞാൻ ഒരു കമ്മിറ്റ്മെന്റിലേക്കും പോകുവാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കോളാം, ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ചോളാം എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ശത്രുക്കളായി നിൽക്കുന്നവർ ആരാണോ അവരെ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തോൽപ്പിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, സാമൂഹികപരമായിട്ടുള്ള വളരെയധികം വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. അത് വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികം, അല്ലെങ്കിൽ പാരമ്പര്യം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത തട്ടുകളിൽ നിൽക്കുന്നവരാണ്. അതൊക്കെയും ഇവിടെ ഒരു തടസ്സമായി വരുന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൾ തമ്മിൽ കോർത്തിണക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയം തന്നെയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാനായി സാധിക്കുന്നത് ഈ വ്യക്തി ഒറ്റക്കാണ്, ഒരു സന്യാസിയെ പോലെ ഒരു മുറിയിൽ തന്നെയാണ്, സ്വന്തം കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളെ വിവാഹം ചെയ്യുന്നതും നിങ്ങളുമായി ഒരുമിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നതുമൊക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, സങ്കല്പങ്ങൾ. ഇതിലാണ് ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ സമാധാനവും സന്തോഷവും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുള്ളൂ. ഒരുപക്ഷെ വീടിന് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി അതുമല്ല എങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെ വിവാഹം ചെയ്യണമെന്ന് മറ്റുള്ളവർ ഈ വ്യക്തിയെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും പോകാതെ വഴുതി വീഴാതെ ഈ വ്യക്തി സ്വന്തം തീരുമാനത്തിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു ജീവിതത്തിലേക്ക് പോയാലും യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് അതിൽ സന്തോഷിക്കാനോ തൃപ്തിപ്പെടാനോ ആകില്ല എന്നുള്ള സത്യം മറ്റുള്ളവരോട് ഒരു മുറവിളി കൂട്ടുന്നത് പോലെ ഈ വ്യക്തി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലർ കേൾക്കുന്നുണ്ട്, മറ്റു ചിലർ ഇപ്പോഴും ഈ വ്യക്തിയെ നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ രണ്ടിനും നടുക്ക് കിടക്കുന്ന അവസ്ഥയാണ്. മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, പുറകിലേക്ക് തിരിഞ്ഞു നോക്കാനും സാധിക്കുന്നില്ല. അത്തരം അവസ്ഥയിലാണ് നിങ്ങളും എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ വിവാഹ തീയതി വരെ കുറിച്ചിട്ട് നടക്കാതിരുന്ന വ്യക്തികളെയും എനിക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരോടോ മറ്റു പലവരോടോ ബന്ധുമിത്രാദികളോടോ കൃത്യമായ ഒരു തീരുമാനം പറയുവാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യക്തിയേക്കാൾ ഗുരുതരമാണ്. പക്ഷെങ്കിൽ പോലും നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി, സധൈര്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. തീർച്ചയായിട്ടും സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് വെളിച്ചം പകരണമെങ്കിൽ ഉറപ്പായിട്ടും ഇരുട്ടിനെ ദൂരേക്ക് കളയുക തന്നെ വേണം. ഇരുട്ടിനെ ഇല്ലാതെയാക്കാൻ സൂര്യനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സൂര്യഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിരാവിലെ എണീറ്റ് കുളിച്ച് നിങ്ങൾ അത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രണയ സന്ദേശങ്ങളിലേക്ക് നമുക്ക് പോകാം. നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കൂ, എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അതെ, തീർച്ചയായിട്ടും ഇതിൽ അമ്മയും അച്ഛനും അങ്ങനെ
മാതാപിതാക്കളുടെ ഊർജ്ജമാണ് എനിക്കിവിടെ ഉറപ്പായും തേർഡ് പാർട്ടിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. നീയുമായി അകന്നപ്പോഴാണ് നീ എത്രമാത്രം എനിക്ക് വിലപ്പെട്ടതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതെ, വിധിയെ പഴിച്ചുകൊണ്ട് ഇതാണെന്റെ വിധി, ഇതാണെന്റെ തലയിലെടുത്ത് എന്ന് പറഞ്ഞ് പിന്മാറുവാൻ ഈ വ്യക്തി തയ്യാറല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തി നിശബ്ദമായി ഇരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ബലമില്ലാത്തവനാണ് അല്ലെങ്കിൽ ബലഹീനനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിശബ്ദമായി ഇരിക്കുന്നത് വലിയ വലിയ മാറ്റത്തിലേക്കുള്ള ഒരു വഴിതെളിക്കൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തമായ പ്ലാനിങ്ങും ഈ വ്യക്തിയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിശബ്ദമായി ഇരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തി ബലവാനല്ല, മനസ്സിന് ധൈര്യമില്ലാത്തവനാണ് എന്ന് നിങ്ങൾ മുദ്ര കുത്തരുത്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തി എല്ലാം തീരുമാനിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരെയും ഏതാനും ചില സമീപനം പാലിച്ചേ പറ്റൂ. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.